ഇന്ന് റജബ് 27 മിഅ്റാജ് ദിനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് സംഭവിച്ച ദിവസം. സാധാരണ ആരും തന്നെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളാണല്ലോ പൊതുവെ നാം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോ ഈ വിഷയത്തില് ആ ഒരു ഇസ്രാ മിഅ്റാജിന്റെ പിന്നിലെ പശ്ചാത്തലം എന്തായിരുന്നു, അതിന്റെ ഗുണപാഠങ്ങളും, എന്തുകൊണ്ടാണ് റസൂലുള്ള പാലസ്തീനെ തന്നെ തിരഞ്ഞെടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും. മാഷാഅല്ലാഹ്, സാബി ഇപ്പൊ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ്. നമ്മൾ ബുദ്ധിപരമായി ആലോചിക്കുമ്പോൾ എന്തിനാണ് ആകാശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാലസ്തീനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അവിടെ കിടക്കുന്ന പ്രവാചകരെ നേരെ മക്കയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിയാൽ മതി. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ചെയ്യാതെ എന്തുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ആ ഉത്തരത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് പശ്ചാത്തലത്തിലേക്ക് കിടക്കാം. AD 619 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആമുൽ ഹുസ്നാണ്, ദുഃഖവർഷമാണ്. കാരണം ജീവിതത്തിൽ എല്ലാമായി വർത്തിച്ച സഹധർമ്മിണി മഹദി ഖദീജത്തുൽ കുബ്ര, ബെറ്റർ ഹാഫ് ഓഫ് ദി പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ സ്വന്തം പിതൃവ്യനും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തണലായി മാറിയ സയ്യിദുന അബൂ താലിബും ഇഹലോകവാസം വെടിയുന്നു. രണ്ടുപേരും വഫാത്തായതോടുകൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുന്നതും പീഡിപ്പിക്കുന്നതും ആനന്ദമായി കാണുന്ന ജനവിഭാഗം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പരിഹാസ പാത്രങ്ങളുമായി കടന്നു വന്നപ്പോൾ ഇനി പ്രബോധനത്തിനുള്ള സാധ്യതകൾ ഇവിടെയില്ല, നമുക്ക് ത്വായിഫിലേക്ക് പോയി നോക്കാം. അവിടെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഏതാനും ചില ആളുകളുണ്ട്. അമ്മാവന്മാരായും അതുപോലെ പ്രപിതാക്കളുടെ ബന്ധുക്കളുമായി ഏതാനും ചില ആളുകൾ ഉണ്ടല്ലോ. അവരോട് ഒന്ന് ചെന്നുകൊണ്ട് ദഅവത്ത് ചെയ്തു നോക്കാം. ആ ദഅവത്തിന്റെ അവസാന സാധ്യതയും കണ്ടുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ത്വായിഫിന്റെ മലമടക്കുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു ദിവസം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ മനസ്സിലാക്കിയാണ് മാ റഅയ്ത അശദ്ദ യൗമിൻ മിൻ യൗമി ഉഹദ്, നബിയെ, നിങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയ അല്ലെങ്കിൽ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയ ആ ഉഹദ് യുദ്ധത്തെക്കാളും അങ്ങയുടെ ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വളരെ ദുഃഖത്തോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപത്നി ആയിഷത്തു സിദ്ദീഖ ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു, അല്ല ആയിഷ, നിനക്ക് തെറ്റിപ്പോയി. ലഖദ് ലഖീതു മിൻ ഖൗമികി വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ, നിന്റെ സമൂഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ സങ്കടകരമായ രംഗം അത് യൗമുൽ അഖബയാണ്. അഥവാ അഖബ മല എന്ന് പറഞ്ഞ ഒരു മലയുണ്ട് ത്വായിഫിൽ. ആ ത്വായിഫിന്റെ മലമടക്കുകളിൽ വെച്ച് ഞാൻ അനുഭവിച്ച പീഡനമാണ്. കാരണം അവിടെയുള്ള പ്രധാനി ഇബ്നു അബ്ദു യാലയിൽ ഇബ്നു അബ്ദു ഖിലാൽ എന്ന് പറഞ്ഞ ത്വായിഫിന്റെ പൗരപ്രമുഖന്റെ അടുക്കലേക്ക് പ്രവാചകർ ദഅവത്തുമായി ഞാനിവിടെ നിൽക്കാൻ എനിക്ക് അഭയം നൽകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അദ്ദേഹം വളരെ അവജ്ഞയോടെ പ്രവാചകരെ തട്ടി മാറ്റുകയാണ്. മറ്റിതര ഗോത്ര നേതാക്കളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഗണിച്ചു എന്ന് മാത്രമല്ല, കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിക്കുന്ന രീതിയിലുള്ള പല പെരുമാറ്റങ്ങളും അവിടെ സംഭവിക്കുന്നു. അവസാനം അശ്രുഗണങ്ങൾ ധാരധാരയായി ഒഴുകി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകരെ ഭ്രാന്തന്മാരായ ഒരു കൂട്ടം ആളുകൾ കളിയാക്കുകയാണ്, കൂക്കി വിളിക്കുകയാണ്, പരിഹസിക്കുകയാണ്. കുന്തം കല്ലുകൾ എടുത്തുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ എറിയുകയാണ്. അങ്ങനെ എറിഞ്ഞ് അവസാനം തങ്ങളുടെ തൃപ്പാദത്തിൽ നിന്നും രക്തമൊലിച്ച്, എത്രത്തോളം ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് സങ്കടം വരും. പ്രവാചകരുടെ ചെരുപ്പും കാലും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന സന്ദർഭത്തിൽ ആ ചെരുപ്പ് കാലിൽ ഒട്ടിപ്പോയി രക്തം കൊണ്ട്. അങ്ങനെ പ്രവാചകർ കാല് പൊന്തിക്കാൻ നോക്കുന്ന സന്ദർഭത്തിൽ ചെരുപ്പ് വേർപിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ നടന്നുപോയ രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. ഈ ദിവസമാണ് എനിക്ക് ഏറ്റവും ദുഃഖം അനുഭവിച്ച ദിവസമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നടന്ന് മക്കക്കാരുടെ തോട്ടത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പനേരം വിശ്രമിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മാലാഖ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നത്,
പറയുന്നത്, നിങ്ങൾ പറഞ്ഞാൽ ഈ മല ത്വാഇഫിലെ വിഭാഗത്തിന്റെ മുകളിലേക്ക് എടുത്തെറിഞ്ഞുകൊണ്ട് അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, അരുത് അരുത്. ജിബ്രീലിനോട് പറയുന്നു, മലകളുടെ ഉത്തരവാദിത്തമുള്ള മാലാഖമാരോട് പറയുന്നു, അരുത്. അവരുടെ ഏതെങ്കിലും ഒരു സന്താന പരമ്പരയിൽ നിന്നെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുഹമ്മദുർ റസൂലുള്ളയിൽ വിശ്വസിക്കുന്ന ഒരാൾ വരുമെങ്കിൽ അതായിരിക്കല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യക്കടലായ പ്രവാചകൻ അവിടെ പ്രതികരിക്കുകയാണ്. മാത്രമല്ല, അവിടെ നിന്ന് സങ്കടം സഹിക്കാതെ വന്നപ്പോൾ പെട്ടെന്നാണ് അദ്ദാസിന്റെ കയ്യിൽ ആ തോട്ടത്തിന്റെ ഉടമ മുന്തിരി കൊടുത്തയക്കുന്നത്. അദ്ദാസിന്റെ തളികയിൽ നിന്ന് കാണുന്ന മുന്തിരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭുജിക്കുകയും ഉടനെ തന്നെ ബിസ്മി കേട്ടുകൊണ്ട് അത്ഭുത പരതന്ത്രനായ അദ്ദാസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവസാനം നൈനവക്കാരനായ അദ്ദാസ്, അവിടെ പ്രവാസിയായി ജോലി ചെയ്ത അദ്ദാസ് പോലും മുസ്ലിമായി മാറുകയാണ്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖത്തോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും എന്നെ നിസ്സാരക്കാരനായി കണ്ടു. മാത്രമല്ല, എനിക്കൊരു തന്ത്രവുമില്ല എന്ന് മനസ്സിലായി. എൻ്റെ മുഴുവൻ ദൗർബല്യവും നിന്നിലേക്ക് പരാതി പറഞ്ഞുകൊണ്ട് ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ അവസാനം പറയാണ്, ഇല്ലം യകുൻ അലൈക ഗളബുൻ ഫലാ ഉബാലി. ആളുകൾ എന്നെ അവഗണിക്കട്ടെ, അവരെന്നെ കൂക്കി വിളിക്കട്ടെ, അവരെന്നെ കള്ളനെന്ന് വിളിക്കട്ടെ, അവരെന്നെ മാരണക്കാരൻ എന്ന് വിളിക്കട്ടെ, എന്ത് ചെയ്താലും ഇല്ലം യകുൻ അലൈക ഗളബ്, അല്ലാഹുവേ നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഫലാ ഉബാലി, ഇവിടെ സംഭവിച്ചതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കവയ്യാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ഹുനൈനിന്റെ വഴികളിലൂടെ, നഖീലിന്റെ വഴികളിലൂടെ, തായിഫിന്റെ മലമടക്കുകളിലെ പിന്നിലാക്കിക്കൊണ്ട് വന്നപ്പോഴേക്ക് മക്കയിൽ മറ്റൊരു ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. മംനൂഉദ് ദുഖൂൽ, നോ എൻട്രി. ഒരു കാരണവശാലും മക്കയിലേക്ക് മുഹമ്മദ് കടക്കാൻ പാടില്ല. കൂട്ടാളിയായ സെയ്ദ് എന്നല്ല, ആര് മുഹമ്മദിന്റെ കൂടെ അനുകൂലിച്ചു വരുന്നുവോ അവരാരും യാതൊരു കാരണവശാലും മക്കയിലേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വിഖ്യാത പ്രഖ്യാപനവുമായി മക്കക്കാര് വന്നിരിക്കുന്നു. പ്രവാചകർ ആലോചിക്കുന്നു, തായിഫിലേക്ക് പോകാൻ എനിക്ക് സാധ്യമല്ല, മറ്റൊരിടത്തേക്കും പോകാൻ സാധ്യമല്ല. കാരണം എവിടേക്ക് ചെന്നാലും അവിടെ മുഴുവനും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എവിടെ ജീവിക്കണം? കാരണം അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇത്യോപ്യയിലേക്ക് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവിടേക്ക് ഇത്യോപ്യയിലേക്ക് പോകുമായിരുന്നില്ലേ? അതെ, എത്യോപ്യയിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ അതിനിടയിൽ ഒരു കൂനിന്മേൽ കുരു എന്ന പോലെ സംഭവിച്ചിരുന്നു. കാരണം നേഗസ് രാജാവിന്റെ മുമ്പിലേക്ക് അംറുബ്നുൽ ആസ് റളിയല്ലാഹു, പിന്നീട് മുസ്ലിമായ അംറുബ്നുൽ ആസ് അടക്കമുള്ള മുശ്രിക്കുകളുടെ പ്രതിനിധികൾ ചെന്നുകൊണ്ട് സംസാരിക്കുകയും ആ സംസാര വേളയിൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാദം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം പറയാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചു. അങ്ങനെ തോലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മുഴുവൻ വസ്തുക്കളും എത്യോപ്യയിലെ രാജാവിന് വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുശ്രിക്കുകളിൽപ്പെട്ട പലരും നേഗസിന്റെ അടുക്കലുള്ള പാതിരിമാരെയും അവിടുത്തെ റബ്ബിമാരെയും അവിടുത്തെ പണ്ഡിതന്മാരെയും അവിടുത്തെ പുരോഹിതന്മാരെയും തങ്ങളുടെ കീഴിലൊതുക്കാൻ ശ്രമിച്ചു. അതോടുകൂടെ അവിടെ നേഗസിന് വിരുദ്ധമായ ചില സമരങ്ങൾ നടക്കാൻ തുടങ്ങി. കാരണം നേഗസ് ഞങ്ങളുടെ വിശ്വാസമായ യേശു ദൈവപുത്രനാണെന്ന വിശ്വാസത്തിന് വിരുദ്ധമായി മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന അള്ളാഹുവിന്റെ അടിമയാണ്, കലിമത്തുൻ അൽഖാഹ എന്ന രീതിയിലേക്ക് വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നേഗസ് വിരുദ്ധമായ, നജാഷി രാജാവിന് വിരുദ്ധമായ കലാപങ്ങൾ, അവിടെ ആഭ്യന്തര കലാപങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് ബുദ്ധിമാനായ നജാഷി രാജാവ് എന്ത് ചെയ്തു? മുസ്ലിങ്ങളായി അവിടെ അഭയം തേടിയ ആളുകൾ, ആ ആളുകളോട് നൈൽ നദിയുടെ മറുകരയിൽ, കാരണം നമുക്കറിയാം എത്യോപ്യയിലൂടെ നൈൽ നദി ഒഴുകുന്നുണ്ട്, ഈ ഒഴുകുന്ന നൈൽ നദിയുടെ മറുകരയിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ വന്നയാളുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് വില കൊടുത്തും നിങ്ങളെ സംരക്ഷിക്കും, പക്ഷേ പുതിയ ആളുകൾക്ക് ഇനി ഇവിടെ വരാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായും ആഭ്യന്തര കലാപം എന്നെയും എൻ്റെ പിൻഗാമികളെയും ഒക്കെ മറിച്ചിട്ടുകൊണ്ട്
പുതിയ അസൂയാലുക്കൾ എൻ്റെ ഭരണവും ചെങ്കോലും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് മഹാനായ നജ്ജാഷി പറഞ്ഞു. മാത്രമല്ല രഹസ്യമായി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാഷി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം നടന്നതോടുകൂടെ തൽക്കാലം അതിന് സ്റ്റോപ്പ് ആവുകയും നിലവിലുള്ള മുഴുവൻ അഭയാർത്ഥികൾക്കും അവിടെ അഭയം നൽകുകയും പുതുതായി ആരെയും അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അതോടെ അതെ, ശത്രുപക്ഷത്തായിരുന്നു. മാത്രമല്ല അതോടുകൂടെ നാം ആലോചിക്കണം, റോമിന്റെ കവാടം അടഞ്ഞു, പാലസ്തീന്റെ കവാടം അടഞ്ഞു. മാത്രമല്ല പേർഷ്യയുടെയും സിറിയയുടെയും റോമിന്റെയും ഒക്കെ കവാടങ്ങൾ പ്രവാചകർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു. അങ്ങനെ നഖീലിന്റെ താഴ്വരയിൽ മക്കയിലേക്ക് കടക്കാൻ സമ്മതം കാത്തിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുഃഖകരമായ കഥ നമുക്കിങ്ങനെ സമാഹരിക്കാം. ആദ്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖനായ അഖ്നസ് ബിൻ ഷരീഫിനെ വിളിക്കുകയാണ്. ഓ അഖ്നസ്, ഞാനങ്ങ് കടക്കാൻ ശ്രമിക്കുന്നു, എനിക്കൊരു അഭയം തന്നുകൂടെ? നീയാകുന്ന അഖ്നസ്, നീ എന്നെ ഒന്ന് സഹായിച്ചാൽ എനിക്ക് മക്കയിൽ തൽക്കാലം വന്നുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന പോലെ മറ്റെവിടെയെങ്കിലും ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നു. ഖദീജയില്ല, ഭാര്യയില്ല, കൂടെ താങ്ങാൻ ആരുമില്ലാത്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഖ്നസ് പറഞ്ഞു, ഓ മുഹമ്മദേ, സംഗതി നീ പറയുന്ന കാര്യമൊക്കെ മാന്യമായിരിക്കാം, പക്ഷേ എനിക്കതിനുള്ള നിവൃത്തിയില്ല. കാരണം ഞാനത് ചെയ്താൽ ഖുറൈശികളാകുന്ന എൻ്റെ കുടുംബക്കാര് പോലും എനിക്കെതിരായി വധിക്കും. രണ്ടാമത് പ്രവാചകർ അഖ്നസ് നിഷേധിച്ചതോടുകൂടെ സുഹൈൽ ഇബ്നു അംർ എന്ന ബുദ്ധിമാനായ ഹുദൈബിയ സന്ധിയിലൊക്കെ രംഗപ്രവേശം ചെയ്യുന്ന സുഹൈൽ എന്ന പൗരപ്രമുഖനെ വിളിച്ചു. നിങ്ങൾ എനിക്ക് അഭയം നൽകുമോ? എനിക്ക് എത്യോപ്യയിലേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് റോമിലേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് സിറിയയിലേക്ക് പോകാൻ പറ്റില്ല, എവിടെയും നിൽക്കാൻ പറ്റാത്ത എനിക്ക് ത്വായിഫിലേക്ക് മടങ്ങാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പോകാൻ മക്കയിലേക്ക് ഒരു പ്രവേശനത്തിന് അനുമതി നൽകുമോ എന്ന് സുഹൈലിനോട് ചോദിക്കുന്നു. സുഹൈലും പറഞ്ഞു, എനിക്കതിന് സാധ്യമല്ല. കാരണം എൻ്റെ കൂട്ടുകാരനെ വളരെ മോശമായി ചിത്രീകരിക്കും. അവസാനം മൂന്നാമതായി പ്രവാചകർ അവസാന ശ്രമം എന്ന നിലക്ക് മുത്ഇം ഇബ്നു അദി എന്ന മുശ്രിക്കായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. മുത്ഇമിന് മനസ്സിൽ അള്ളാഹു എന്തോ ഒരു ദയ നൽകിയ പോലെ, അല്ലെങ്കിൽ ഒരു കരുണ പ്രദാനം ചെയ്ത പോലെ മുത്ഇം പറഞ്ഞു, ഞാൻ നൽകാം മുഹമ്മദേ, പക്ഷേ ചില നിബന്ധനകളൊക്കെ വെച്ചു. അങ്ങനെ നഖീലിന്റെ ത്വായിഫിന്റെ അതിർത്തി വരെ, മക്കയും ത്വായിഫും അതിർത്തി പങ്കിടുന്ന സ്ഥലം വരെ ആ മുത്ഇം ആളെ അയച്ചുകൊണ്ട് വിളിപ്പിക്കുകയും അങ്ങനെ മുത്ഇമിന്റെ കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കണം. അമുസ്ലിങ്ങളുമായി മതസൗഹാർദ്ദം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഇതര മതക്കാരോടോ അല്ലെങ്കിൽ ഇതര മതത്തിന്റെ നേതാക്കളോടോ ശത്രുത പുലർത്തണമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം തെറ്റാണ്. അതിവിടെ ഒരിക്കലുമില്ല. മറിച്ച് അമുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ അമുസ്ലിമായ ഒരു നേതാവിന്റെ സംരക്ഷണത്തിലാണ്, അദ്ദേഹത്തിന്റെ ജിവാറിലായാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത്. അങ്ങനെ മക്കയിൽ കടന്നു നേരെ പ്രവാചകർ കഅബ ഷരീഫ് തവാഫ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. മുത്ഇം ഇബ്നു അദിയിന്റെ മക്കളും 7 മക്കളും മാത്രമല്ല ഏതാനും ചില ആളുകളും ആയുധധാരികളായിക്കൊണ്ട് കഅബയെ വലയം വെക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുകയാണ്. ഇത് കണ്ടപ്പോ അബുൽ ഹക്കമിന്റെ അഥവാ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ചോദിച്ചു, യാ മുത്ഇം അൻത താബിഉൻ ഔ മുജീറുൻ ഫഖത്ത്, നീ പ്രവാചകന് താബിആണോ, പിൻപറ്റിയവനാണോ, അതോ നീ അഭയം നൽകുന്നവൻ മാത്രമാണോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള മുത്ഇമിനോട് ചോദിക്കുകയാണ്. ഉടൻ മുത്ഇം പറഞ്ഞു, ലാ മത്തബഅതു, ഞാൻ ഒരിക്കലും പിൻപറ്റിയിട്ടില്ല. അപ്പൊ പറഞ്ഞു, നീ എങ്ങാനും പിൻപറ്റി എന്ന് പറഞ്ഞാൽ നിന്റെ തറവാടിത്തം പോലും നോക്കാതെ ഞങ്ങൾ ഇപ്പോൾ എതിർക്കുമായിരുന്നു എന്ന് അവിടെ സമര പ്രഖ്യാപനം നടത്തുകയാണ്. എങ്കിലും ഒരു പൗരപ്രമുഖന്റെ സംരക്ഷണത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി സ്വന്തം വീട്ടിലേക്ക് പോലും പോകാൻ സാധിക്കാതെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിലേക്ക് പോവുകയാണ്. അങ്ങനെ മക്കയിലെ നുസൈബീൻ എന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിർവഹിക്കുന്നു. ആ നിസ്കാരത്തിനിടയിലാണ് ഒന്നാമത്തെ ശാന്തി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്നത്. ഒന്നാമത്തെ സമാധാനം. ആ നുസൈബീനിലെ ഒരുപാട് വലിയ മൈതാനിയിൽ ഏതാനും ജിന്നുകൾ വന്നു. അവിടുത്തെ ഖുർആൻ പാരായണം കേൾക്കുന്നു. അവിടെ നിന്ന് ഉതിർന്നു വന്ന പരിശുദ്ധ ഖുർആൻ ആ നുസൈബീനിലേക്ക് പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയിരുന്നു. നല്ല ശുദ്ധമായ ശൈലിയിൽ ഖുർആൻ പാരായണം
പാരായണം ചെയ്യാൻ സാധിക്കുന്ന മഹൽ വ്യക്തിത്വമായിരുന്നല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം ജിന്നുകൾ ആസ്വദിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫും അതുപോലെ തന്നെ സൂറത്തുൽ ജിന്നുമൊക്കെ ഖുൽ ഊഹിയ ഇലയ്യ നഫറും മിനൽ ജിന്ന് എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതിയപ്പോൾ അവിടെ വെച്ചുകൊണ്ടതാ ജിന്നുകൾ വിശ്വാസികളായി മാറുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നാമത് സമാധാനമായി, ആരാരും രക്ഷയ്ക്കില്ലാത്ത എനിക്ക് അല്ലാഹുവേ നീ ഇതാ വലിയൊരു പരിവാരത്തെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലം സന്തോഷിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരെ കഅബ ഷരീഫിന്റെ പരിസരത്തേക്ക് വീണ്ടും പോകുന്നു. അന്നും വീട്ടിലേക്ക് പോകാൻ പ്രവാചകർക്ക് സാധിക്കുന്നില്ല. കാരണം വീട്ടിലേക്ക് പോയിട്ടെന്ത്, സഹധർമ്മിണിയില്ല, മക്കളാണെങ്കിൽ അവിടെയും ഇവിടെയും. ചെറുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടക്ക് വരികയും കാണുകയും ചെയ്യാറുണ്ട് എന്നല്ലാതെ വലിയ പ്രയാസമാണ്. ഒരു മകൾ അബിഷീനിയയിലാണ്, നമുക്കറിയാം. ഒരു മകൾ എത്യോപ്യയിലാണ്, മറ്റൊരു മകൾ അബുൽ ആസിന്റെ കൂടെയാണ്, മുശ്രിക്കായ അബുൽ ആസിന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിൽ ഭാര്യയില്ലാത്തത് കൊണ്ട് അവിടേക്ക് പോകാതെ സ്വന്തം അബൂ താലിബിന്റെ മകളായ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഹിജ്ർ ഇസ്മായിലിന്റെ നേരെയുള്ള, ഇപ്പോഴും നമുക്ക് ആ ഇസ്രാഇന്റെ ഉസ്തുവാന നമുക്ക് കാണാൻ സാധിക്കും. ആ ഉസ്തുവാനത്ത് ഇസ്രാഇന്റെ ഭാഗത്തുള്ള ഉമ്മുഹാനി ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്നത്. അങ്ങനെ അവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോൾ രാത്രി സമയത്ത്, രാത്രി ഏകദേശം പാതിരാവിനോട് അടുത്തിരിക്കുന്നു. ആ സമയത്താണ് ബുറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മൃഗം അവിടെ കൊണ്ടുവന്നുകൊണ്ട് മക്ക മുഴുവനും നിശബ്ദമാണ്. ആ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖിനെ തട്ടി ഉണർത്തിക്കൊണ്ട് കയറാൻ പറയുകയാണ്. പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. പ്രവാചകർക്ക് രണ്ടാമതൊരു ഓപ്പറേഷൻ അവിടെ വെച്ച് നടത്തുകയാണ്. ഹൃദയം പുറത്തെടുത്തുകൊണ്ട് സംസം വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി വീണ്ടും നേരത്തെ ഹലീമ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് ചെയ്ത പോലെ, ചെറുപ്പത്തിൽ ചെയ്ത പോലെ വീണ്ടും അവിടെ വെച്ചൊരു ശുദ്ധീകരണം നടത്തുകയാണ്. എന്നിട്ട് ഉമ്മുഹാനി ബീവിയുടെ വീട്ടിൽ കിടന്ന റസൂലുള്ളാഹി തങ്ങളോട് ബുറാഖിന്റെ പുറത്ത്, ബുറാഖ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മിന്നൽ എന്നാണ്. പ്രകാശവേഗതയിൽ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ മൃഗത്തിന്റെ പുറത്ത്. ആ ബുറാഖ് എന്ന മൃഗം സാധാരണഗതിയിൽ അമ്പിയാക്കളൊക്കെ യാത്ര ചെയ്യുന്ന മൃഗമാണ്. ആ മൃഗത്തിന്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പിക്കുന്നു. സാധാരണ ഒട്ടകപ്പുറത്ത് മക്കയിൽ നിന്ന് ഒരാൾ പോകുന്നത് മസ്ജിദുൽ അഖ്സയിലേക്കാണെങ്കിൽ 1 മാസത്തെ വഴി ദൂരമുണ്ട്. ഏകദേശം 1800 കിലോമീറ്ററിന്റെ മുകളിൽ ഇന്ന് ഗൂഗിൾ മാപ്പിൽ നമുക്ക് നോക്കിയാൽ കാണാം. ആ സ്ഥലത്തേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ലൈലൻ, രാത്രിയുടെ ഏതാനും യാമങ്ങൾക്കിടയിൽ. ഈ ആയത്തിന്റെ ഓരോ പദങ്ങളിലും വ്യത്യസ്ത അമാനുഷികതകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ലൈലൻ, എന്തുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിക്ക് പ്രാധാന്യം നൽകി? അഥവാ ആത്മീയ സഞ്ചാരത്തിന് ഏറ്റവും നല്ല യാമം അത് രാത്രിയാണെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ്. കാരണം രാത്രി, ലൈലും പ്രവാചകരും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്. അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയെ നിങ്ങൾ രാത്രി സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കണം. അതുകൊണ്ട് തന്നെ രാത്രി ആ സമയത്ത് വന്നുകൊണ്ട് പ്രവാചകരോട് ഈ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ബുറാഖിന്റെ പുറത്തിരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. അങ്ങനെ ബുറാഖിന്റെ പുറത്തിരുന്നു കൊണ്ട് 1 മാസം സഞ്ചരിച്ചാൽ എത്താൻ സാധിക്കാത്ത പ്രദേശത്തേക്ക് കേവലം രാത്രിയുടെ യാമങ്ങളെ കൊണ്ട് സഞ്ചരിക്കുകയും അവിടെ ചെന്നപ്പോഴോ ലോകത്തിന്നേ വരെ സംഭവിക്കാത്ത വലിയ ഒരു യോഗമാണ് അവിടെ നടക്കുന്നത്, വലിയ ഒരു സ്വീകരണമാണ് അവിടെ നടക്കുന്നത്. കാരണം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇങ്ങോട്ട് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ മുഴുവനും മർഹബം ബിക മർഹബം ബിക മർഹബം ബിക മർഹബ മർഹബം ബിക മർഹബം ബിക യാ നബിയൽ ഹാഷിമി എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയാണ്. ഇവിടെയും ആലോചിക്കണം, എന്തുകൊണ്ട് ഹാഷിമി പ്രവാചകൻ എന്ന് പറഞ്ഞു? ഇപ്പോഴും നമുക്കറിയാം, ഇനിയാണ് നമ്മുടെ ഗസ സ്വതന്ത്രമായി സമാധാന കരാർ നിലവിൽ വന്നു. അതോടുകൂടെ ആ ഗസയിൽ മറവിട്ട് കിടക്കുന്ന ഹാഷിമിന് ആർക്കറിയാം? ഗസക്കാർക്കറിയാം, പാലസ്തീനുകാർക്ക് സുപരിചിതനാണ്. അല്ലെങ്കിൽ പ്രവാചകനെ സ്വീകരിക്കുമ്പോൾ അവർ പറയേണ്ടത് യാ നബിയൽ മുത്തലിബി എന്ന് പറയണം, അല്ലെങ്കിൽ യാ നബിയൽ ഖുറശി എന്ന് പറയണം, അല്ലെങ്കിൽ യാ നബിയ അബ്ദുൽ മുത്തലിബിന്റെ മക്കളി എന്ന് പറയാം. പക്ഷേ സ്വന്തം വലിയുപ്പയിലേക്കോ ഉപ്പയിലേക്കോ ചേർക്കാതെ ഹാഷിം എന്ന പിതാമഹനെ മാത്രം വിളിച്ചുകൊണ്ട് അവർ സ്വീകരണം നടത്താൻ തന്നെ കാരണം പാലസ്തീൻകാർക്ക് സുപരിചിതനായത് കൊണ്ടാണ്. ഏതായാലും അങ്ങനെ എല്ലാവരും നിൽക്കുന്നു.
വഖദ് വബിത്ത തർഖ ഇല സറൈത മിൻ ഹറമിൻ ലൈലൻ ഇല ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി. രാത്രിയുടെ ഏതാനും യാമങ്ങളിൽ പൂർണ്ണ ചന്ദ്രൻ നീങ്ങുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശ വേഗതയിൽ നീങ്ങുകയും മുഴുവൻ അമ്പിയാക്കൾക്കും അവിടെ ഇമാമായി നിസ്കരിക്കുകയും ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി തൊട്ടിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളും മർഹബൻ യാ വലദി മർഹബൻ ബിക മർഹബ പാടിക്കൊണ്ട് അവിടെ നിന്ന് നിസ്കരിക്കാം. നമ്മൾ പോയപ്പോ കണ്ടല്ലോ, അവിടെ നിന്ന് നിസ്കരിച്ച സ്ഥലം നമ്മൾ കണ്ടു, നിസ്കരിച്ച സ്ഥലവും ഒക്കെ നമ്മൾ കണ്ടു. അതെ അതെ, ബുറാക്കിന് അതുപോലെ മറ്റൊരു വിഷയം, ബുറാക്ക് അവിടെ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ബുറാക്ക് എന്ന പ്രകാശം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മൃഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയിടുന്നതിലൂടെ നമ്മെ മറ്റൊരു അധ്യാപനവും കൂടി ഇസ്രാ പഠിപ്പിക്കുകയാണ്. നമ്മൾ കേവലം അമാനുഷിക കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് കരുതി നമ്മുടെ ജീവിതോദ്യാന മാർഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ഉപാധികളിലേക്ക് കടക്കാതെ നാം ജീവിക്കരുത് എന്ന് കൂടി പഠിപ്പിക്കുകയാണ്. കാരണം ബുറാക്ക് എന്ന ഈ ഒരു സഹായം കൊടുത്തു, പക്ഷേ അങ്ങനെ ചെന്നപ്പോഴും മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ബുറാഖിനെ കെട്ടിയിടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ഇത് അള്ളാഹുവിന്റെ മൃഗമാണ്, ഇതിവിടെ വെയിറ്റ് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് നേരെ പോയി ഇമാമായി നിസ്കരിക്കാമായിരുന്നു. മറിച്ച് എല്ലാ അമ്പിയാക്കളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി ആ സദസ്സിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നാൽ നമുക്കറിയാം, കടന്ന ഉടനെ തന്നെ ഒരു വാതിലിന്റെ അടിയില്ലേ ഇപ്പോഴും ആ ബുറാഖിനെ കെട്ടിയിട്ട വട്ട കണ്ണിയടക്കമുള്ള ആ ഭാഗം മസ്ജിദുൽ ബുറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ, ഗാറുൽ ബുറാഖ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് അവിടെ ബുറാഖിനെ കെട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിക്കുന്നത്. അങ്ങനെ അവരുടെ ഇമാമായി വഖദ്ദമത്ക ജമീഉൽ അംബിയാ, മുഴുവൻ അമ്പിയാക്കളും അങ്ങയെ ബഹുമാനിച്ച് മുന്നിൽ നിർത്തി. ഏതുപോലെ തഖദീമ ഖദമിൻ അലാ ഖുദമി, സേവകന്മാർ സേവിക്കപ്പെടുന്നവരെ മുന്തിക്കുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ പ്രവാചകന്മാരും സ്വാഗതമോദിയോടൊപ്പം അവർ സഹായം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല എല്ലാം കഴിഞ്ഞ ശേഷം അവിടെ ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കള്ളും പാലും തേനും കൊണ്ടുവരികയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് തിരഞ്ഞെടുത്തു. അതോടുകൂടെ ഹുദീത ഇലൽ ഫിത്ര, നബിയെ നിങ്ങൾ ഫിത്രയിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ പ്രകൃതിദത്തമായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അങ്ങനെ അവിടെ എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ച ശേഷം നേരെ മിഅ്റാജ് അഥവാ ഗോവണിപ്പടികൾ ആകാശാരോഹണം നടക്കുകയാണ്. ആകാശത്തേക്ക് കയറിപ്പോകാൻ നോക്കുകയാണ്. അതിനിടക്ക് നമ്മുടെ സാബി ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നല്ലോ, പാലസ്തീനിലേക്ക് തന്നെ എന്തുകൊണ്ട് പാലസ്തീനിലേക്ക് പോയി? ഇതൊരു വലിയ സംഭവമാണ്. ഇതിൽ ഒന്ന്, പ്രയാസം സഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന് ശാന്തി നൽകുക എന്നതാണ് ഇസ്രാ കൊണ്ട് പ്രധാനമായും ലക്ഷീകരിക്കുന്നത്. നമ്മളതിന്റെ പശ്ചാത്തലം പറഞ്ഞല്ലോ, ത്വായിഫിലെ ഏറ്റ ബുദ്ധിമുട്ട്, നുസൈബീൻ ജിന്നുകളെ കണ്ടതാണ് ഒന്നാമത്തെ ആശ്വാസം. രണ്ടാമത്തെ ആശ്വാസം പാലസ്തീനിലേക്ക് പോവുക എന്നത് റസൂലുള്ളാഹിന്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കും ഒരിക്കൽ ഫലസ്തീനിൽ പോകണമെന്നും മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിക്കണമെന്നതും ഹബീബിൻ്റെ ഒരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹം നടപ്പാക്കി കൊടുക്കുന്നു. സ്വാഭാവികമായും ഒരു പ്രതിസന്ധിയും പ്രയാസവും മനക്ലേശവും, നേരത്തെ പറഞ്ഞല്ലോ വഹവാനി അലന്നാസ്, ജനങ്ങൾ മുഴുവനും എന്നെ വെറുത്തല്ലോ, നിസ്സാരനായി കണ്ടല്ലോ എന്ന് പറഞ്ഞ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുണ്ടാകാൻ വേണ്ടിയാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഫലസ്തീൻ. ആ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ട്രാവൽ ചെയ്യിപ്പിച്ചുകൊണ്ട് ഹബീബിന് സമാധാനം നൽകുക എന്നതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത് അഖ്സയാണ്. അഖ്സ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേ അറ്റത്തത് എന്നാണ്. അഥവാ അടിസ്ഥാനമാകുന്ന അവ്വലു ബൈത്താകുന്ന മക്കയിൽ നിന്ന് അങ്ങേ അറ്റത്തുള്ള മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. കാരണം അത് അർളുൽ അംബിയ, മുഴുവൻ അമ്പിയാക്കളുടെയും ഭൂമിയാണ്. എല്ലാ അമ്പിയാക്കളും ടച്ച് ചെയ്ത ഒരു സ്ഥലമാണെന്ത് പാലസ്തീൻ. മാത്രമല്ല ലോകത്ത് നിലവിലുള്ള മുഴുവൻ സമൂഹവും അവരുടെ സാംസ്കാരിക പൈതൃകങ്ങളുടെ തലസ്ഥാന നഗരിയായി കാണുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി അധ്യാപിപ്പിക്കുക, പഠിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു രഹസ്യമായ ഒരു കർമ്മവും കൂടിയാണ്. അതുകൊണ്ടാണ് നേരെ അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ പാലസ്തീനിൽ നിന്നും നേരെ ആകാശാരോഹണം നടത്തുകയാണ്. അതുവരെയുള്ള വിഷയം, അതായത് മക്കയിൽ നിന്ന്
പാലസ്തീൻ വരെയുള്ളത് ഇസ്രാ എന്ന പേരിൽ, അതെ. അവിടുന്ന് ആകാശാരോഹണം വരെയുള്ളത് മിഅ്റാജ് എന്ന പേര്. അപ്പം മക്കയിൽ നിന്ന് അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, അഖ്സ ഭാഗത്ത് അങ്ങേയറ്റത്തുള്ള പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ടുപോയ ഈ സംഭവത്തെയാണ് ഇസ്രാ എന്ന് പറയുന്നത്. എന്നാൽ മിഅ്റാജ് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന സംഭവമാണ്. ഇത് പരിശുദ്ധ ഖുർആന്റെ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, മറിച്ച് നിരവധി ഹദീസുകളിലും അതുപോലെ ഖുർആന്റെ പല ആയത്തുകളിലും അതിനുള്ള സൂചനമുണ്ട്. വലഖദ് റഅ എന്ന് തുടങ്ങുന്ന പല ആയത്തുകളിലും ഈ വിഷയമുണ്ട്. അതിന്റെ തഫ്സീറുകൾ ഇന്ദ സിദ്റത്തിൽ മുൻതഹ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയതും വകാന ഖാബ ഖൗസൈനി ഔ അദ്ന എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൊക്കെ മിഅ്റാജിനെ കുറിച്ചുള്ള സൂചനയാണെന്ന് സാബി മാഷാഅല്ലാഹ് ഹാഫിദ് കൂടിയാണല്ലോ അല്ലേ, മാഷാഅല്ലാഹ് സൂറത്തുൻ നജ്മിലെ ഇത്തരം ആയത്തുകളൊക്കെ മിഅ്റാജിലേക്കുള്ള സൂചനകളാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒന്നാം ആകാശത്തിലെത്തുന്നു. ഒന്നാം ആകാശത്ത് ആരെയാണ് കണ്ടുമുട്ടുന്നത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നു. അബുൽ ബഷർ ഉടനെ തന്നെ മർഹബൻ യാ വലദി അസ്സാലിഹ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർഹബ ചെയ്യുകയാണ്. രണ്ടാം ആകാശത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും യഹ്യ നബിയെയും, രണ്ടുപേരും ഒറ്റ ആകാശത്താണ്. എളാമ മൂത്തമ്മ മക്കളായ അലൈഹിസ്സലാമും യഹ്യ നബിയും രണ്ടുപേരും ഒരേ സ്ഥലത്ത് ആകാശത്ത് നിൽക്കുകയാണ്. അവരെ കണ്ടുമുട്ടി, അവരും പ്രവാചകരെ സ്വീകരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ മൂന്നാം ആകാശത്തേക്ക് കയറുന്നു. അവിടെ വെച്ച് ആരെയാണ് കണ്ടുമുട്ടുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. യൂസുഫ് നബിയും പ്രവാചകരെ ചുംബിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആശ്വാസത്തോടെ സ്വീകരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുകയാണ്. മാത്രമല്ല നാലാം ആകാശത്തേക്ക് ചെന്നപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമും മർഹബൻ യാ അഖി, മർഹബൻ, കാരണം റസൂലുള്ളാഹിന്റെ പരമ്പരയിൽപ്പെട്ടയാളല്ല ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നലെ നമ്മൾ നമ്മുടെ സീരീസിന്റെ ഭാഗമായിട്ട് അത് പരാമർശിച്ചിരുന്നു. അപ്പോ മർഹബൻ യാ അഖി എന്ന് പറഞ്ഞ് ഒരു സഹോദരനെ വെൽക്കം ചെയ്യുന്നു ഇദ്രീസ് അലൈഹിസ്സലാം. പിന്നീട് അഞ്ചാം ആകാശത്തേക്ക് പോകുന്നു. അവിടെ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നു. മഹാനായ മൂസ നബിയുടെ സഹോദരനാണല്ലോ ഹാറൂൻ അലൈഹിസ്സലാം. ആറാം ആകാശത്ത് ചെന്നപ്പോഴാണ് കൂടുതൽ രസകരമായ സംഭവങ്ങൾ. മൂസ നബി അലൈഹിസ്സലാം ഒരല്പം ഗൗരവത്തോടുകൂടെ പെരുമാറുന്നു. മൂസ നബി അള്ളാഹുവിനോട് പോലും സംസാരിക്കുന്നത് ഗൗരവത്തോടെയാണ്. ഉടനെ തന്നെ ജിബ്രീലിനോട് ചോദിക്കുന്നു, ജബ്രഈൽ മാലാഖയോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ പെരുമാറാനുള്ള കാരണം? അപ്പൊ മൂസ നബി അതേക്കുറിച്ചും അവിടെ അനുഭവിച്ച വ്യസനങ്ങളെ കുറിച്ചും അവിടുത്തെ ജൂതരാകുന്ന സമൂഹത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അവിടെ ഒരുപാട് കറുത്ത തലപ്പാവ് ധരിച്ച ആളുകൾ ആ ആകാശത്ത് കണ്ടു. അവർ മുഴുവനും മൂസ നബിയുടെ അത്ബാഅകളാണ്, പിൻപറ്റിയ ആളുകളാണെന്ന് ജിബ്രീൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ നേരെ ആറാം ആകാശത്ത് നിന്ന് ഏഴാം ആകാശത്തേക്ക് പോകുന്നു. അവിടെയാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള പ്രവാചകൻ, പേരമകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. നേരത്തെ പാലസ്തീനിലേക്ക് പോയ സന്ദർഭത്തിൽ തന്നെ ബൈത്തുൽ ലഹം, ബത്ലഹേം എന്ന പേരിൽ അറിയപ്പെടുന്ന ബൈത്തുൽ ലഹമും അതുപോലെ മദീനത്തുൽ ഖലീലും ഒക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്ന ജബൽ അഹ്മറിന്റെ ഭാഗത്തും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു, നമ്മൾ സന്ദർശിച്ചിരുന്നല്ലോ. അവിടങ്ങളിലൊക്കെ സന്ദർശിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. അവിടെ നിന്ന് ഒരുപാട് കുശലം പറഞ്ഞു. കുശലം പറഞ്ഞിട്ട് ഉമ്മ വെച്ച് മർഹബൻ യാ വലദി, എൻ്റെ മകനെ, നീയാണല്ലോ എന്നാൽ പുനർനിർമ്മിക്കപ്പെട്ട കഅബാലയത്തെ കുറിച്ചും മറ്റുമൊക്കെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹയിലേക്ക്, മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം എന്നാണ്. അതിനപ്പുറത്തേക്ക് മാലാഖമാർക്ക് പ്രവേശനമില്ല. അതിനപ്പുറത്തേക്ക് മലക്കുകളോ അല്ലെങ്കിൽ ഇതര സൃഷ്ടിജാലങ്ങളോ പോകാറില്ല. ആ സ്ഥലം വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരുമിച്ച് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇനി എനിക്ക് കൂടെ വരാൻ പറ്റില്ല, നിങ്ങൾ ഒറ്റക്ക് പോകണം. ഞാൻ ഒറ്റക്കോ? അപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, അള്ളാഹു എനിക്ക് അനുവദിച്ചില്ല. അവസാനം റസൂലുള്ളാഹിന്റെ നിർബന്ധം മൂലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ശ്രമം നടത്തിയപ്പോൾ കേവലം ഒരു അടക്കാ കിളിയെ പോലെ മാറി എന്നൊക്കെ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നു. അവിടെ വെച്ച് അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്ത് പറയും. നമുക്ക് എല്ലാവരും പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഇസ്രാ മിഅ്റാജിന്റെ പശ്ചാത്തലം, ഒന്നാമത് വളരെ ദുഃഖിതനായ ഒരാൾക്ക്
ഏറ്റവും സമാധാനം നൽകാൻ കഴിയുന്ന കാര്യമാണെന്ത്? യാത്ര. ഏതൊരു ദുഃഖവും വ്യസനവും അനുഭവിക്കുന്ന ഒരാൾക്ക് സമാധാനം പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഉപാധിയാണ് യാത്ര. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഫസാഫിർ ഫഫിൽ അസ്ഫാരി ഖംസു ഫവായിദി എന്ന് പറഞ്ഞ തഫറൂജു ഹമ്മിൻ, അല്ലേ? നിങ്ങൾ ആദ്യം പറയുന്നത് തഫറൂജു ഹമ്മിൻ, ദുഃഖവും ക്ലേശങ്ങളും ഒക്കെ പോകാൻ കാരണം അവിടെ നാം ആലോചിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷമങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ അള്ളാഹു യാത്ര നൽകിക്കൊണ്ട് മാനസികമായ ഉല്ലാസം നൽകുകയാണ്. അങ്ങനെ മാനസിക ഉല്ലാസം നൽകിയ ശേഷം മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു വേറെ കാര്യം കൂടി എത്ര വലിയവനാണെങ്കിലും സുബ്ഹാനല്ലദീ അസ്റ ബിഅബ്ദിഹി, അബ്ദ് അള്ളാഹുവിൻ്റെ അടിമ, വലിയ ആളാണ്, വലിയ സംഭവങ്ങളൊക്കെ സംഭവിച്ചു, എന്നാലും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നുകൂടി ഇസ്രാഇൻ്റെ പാഠമുണ്ട്. ഇങ്ങനെ ഒരുപാട് പാഠം ഉമ്മത്തിന് നൽകാൻ വേണ്ടി നൽകപ്പെട്ട വലിയ ഒരു ദിവസമാണ് ഇസ്രാ മിഅ്റാജ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശുക്രൻ തോണം, നോമ്പ് നോൽക്കണമെന്നോ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നൊക്കെ വ്യത്യസ്ത ചർച്ചകളുണ്ട്. അത്തരം ചർച്ചകളിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഏതായാലും അള്ളാഹുവിൻ്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വമുള്ള നിഅ്മത്ത് നൽകപ്പെട്ട ദിവസമാണ്. അതിന് നിസ്കാരം സമ്മാനം, നമ്മൾ അങ്ങോട്ടൊന്നും കടന്നില്ല. നിസ്കാര സമ്മാനം, പിന്നെ സ്വർഗത്തിൽ കാണുന്നു, നരകത്തിൽ കാണുന്ന സംഭവങ്ങൾ പലതുണ്ട്. ഏതായാലും അതൊക്കെ നൽകി ആരും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയം മാത്രമേ നമ്മൾ ചർച്ച ചെയ്തു. ഇതിന്റെ പശ്ചാത്തലം മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിന്റെ ചുരുക്ക രൂപവും നമ്മൾ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ 5 വക്ത് നിസ്കാരമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നു. സ്വർഗത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ കവാടത്തിൽ എല്ലാത്തടത്തൊക്കെ റസൂലൊക്കെ കയറി. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് ഉദ്ദേശമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചരിത്രങ്ങൾ നമ്മളെ സീരീസിലൊക്കെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഉമ്മുഹാനിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ഉമ്മുഹാനിയോട് സംഭവം പറഞ്ഞു. ഉമ്മുഹാനി, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മോനെ പറഞ്ഞു, നിങ്ങളിത് ആരോടും പറയണ്ട, ആളുകൾ വിശ്വസിക്കൂല, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ ഭ്രാന്തൻ എന്ന് പറയുന്നവർ നിങ്ങളെ കളിയാക്കും. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യം സംഭരിച്ചുകൊണ്ട് ധൈര്യമായി വിളിച്ചു പറയുന്നു. സംഭവം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കേൾക്കുകയും ഉടനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തതോടുകൂടെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് പോലും ലഭിച്ചത് എന്ന് നമുക്ക് കാണാം. ചുരുക്കത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാധാനം നൽകുകയും ഉമ്മത്തിന് ഒരുപാട് ഗുണപാഠങ്ങളുമുള്ള സംഭവമാണ് ഇസ്രാ മിഅ്റാജ് എന്ന നിശാ പ്രയാണവും ആകാശാരോഹണവും. അള്ളാഹു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. ഉസ്താദ് നേരത്തെ പറഞ്ഞപ്പോൾ ആ ഒരു സ്ഥലം ഇന്നും നമ്മൾ മത്താഫിന്റെ ആ ഒരു സൈഡിൽ ഉസ്തുവാൻ ഒരു എന്താണ് ആ ഒരു തൂണ് നമുക്ക് ഇന്നും അവിടെ നിന്ന് കാണാൻ കഴിയില്ലേ. പക്ഷെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല, അറിയുന്ന ആണെങ്കിൽ അവിടെ മനസ്സിലാവും. ഉമ്മുഹാനിന്റെ വീട് എവിടെയാണ് നമ്മൾ ആ ഹരീത്ത് നോക്കിയിട്ട് പോയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. അതേപോലെ തന്നെ അതേപോലെ ബുറാക്ക് ഇറങ്ങിയ സ്ഥലവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഒട്ടക്കണ്ണി നേരത്തെ നിസ്കരിച്ച സ്ഥലവും മസ്ജിദുൽ അഖ്സയിലെ ഇമാമായി നിസ്കരിച്ച സ്ഥലവും നമ്മൾ കണ്ടല്ലോ. മസ്ജിദുൽ ഖുബ്ബത്തുസ് സഖറിന്റെ തൊട്ടടുത്ത് നമ്മൾ കണ്ടല്ലോ. ഖുബ്ബത്തുസ് സഖറ എന്നുള്ള പേര് വരാൻ പോലും കാരണം ആ ഒരു സഖറാന്റെ പാറയുടെ മുകളിലൂടെയാണ് റസൂല് പോയത് എന്ന്. അതുകൊണ്ടാണ് ഡോം ഓഫ് ദ റോക്ക്, ആ റോക്കിലൂടെയാണ് മുകളിൽ. അതെ, മാത്രമല്ല അതാണ് അർവാഹുകൾ ആദ്യം ഉയർത്തപ്പെടുന്ന സ്ഥലക്കുണ്ടല്ലോ, നമുക്കറിയാലോ. അപ്പൊ അതുമായി അതുകൊണ്ടൊക്കെയാണ് ഇസ്രാ അങ്ങോട്ട് നടത്തിയത് എന്ന് ഒരുപാട് പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ആ വിഷയത്തിൽ പറഞ്ഞ കാര്യമാണ്. അതായത് വേണമെങ്കിൽ വെറും അള്ളാഹുവിൽ തവക്കലാക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കായിരുന്നു. കെട്ടിയിട്ടതിന് ശേഷം അള്ളാഹുവിനെ തവക്കൽ. തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ മൃഗത്തെ കെട്ടുക, ഒക്കെ പടച്ചോൻ തരും അള്ളാഹു തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ്. അത് പാടില്ല. മറിച്ച് നമ്മൾ ആത്മാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുക, അതോടൊപ്പം പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദൈവ സഹായം ഉണ്ടാകുമെന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ റബ്ബിനിപ്പോ ഈ തായിഫിലെ പീഡനം നൽകേണ്ട ആവശ്യമോ നുസൈബീനിലെ ജിന്നുകളെ കണ്ടുകൊണ്ട് സമാധാനിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അള്ളാഹു കാര്യകാരണങ്ങൾക്ക് അതീതമായി സഹായം ചെയ്യുന്ന രീതിയാണ് അള്ളാഹുവിൻ്റെത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും നമുക്ക് അടുത്ത സീരീസുകളിൽ നമുക്ക് മറ്റു A to Z ഇസ്ലാമിക് കണ്ടന്റ് സീരീസിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. എന്നാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു കോണ്ടന്റിലായിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു വിഷയം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും അവസാനിപ്പിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.